ഒരു നീഡാണ്, ഏതൊരാളുടെയും സ്വപ്നമാണ്. സോ പലരും സ്വപ്നം കാണുന്നത് പോലുള്ള ഒരു സ്വപ്ന ഭവനം അവരുടെ പകുതി പണത്തിന് ചെയ്തു കൊടുക്കുക, ബാക്കിയുള്ള പണം തവണകളായിട്ട് മാത്രം അവർക്ക് പറ്റുന്ന സമയത്ത് അടച്ചു തീർക്കുക എന്നൊരു വലിയൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു കൺസെപ്റ്റിന് അതിൻ്റെ ഫൗണ്ടർ കൂടിയായ ഫസലുർ റഹ്മാനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ബെയ്റ്റ് ഹോംസ് ഫോറിൻ്റെ ഫൗണ്ടർ ഫസലുർ റഹ്മാൻ. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ ഇന്നത്തെ ഉത്സവത്തിൻ്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ ഒരു വലിയ കൈയ്യടി നൽകുകയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന്. കാരണം 2.5 വർഷം കൊണ്ട് 500-ലധികം കൂട്ടായ്മ തന്നെയാണ്. ഞങ്ങളുടെ സ്റ്റാഫ് തന്നെയാണ് ഇത്രയും ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 250ഓളം റണ്ണിങ് പ്രൊജക്റ്റാണ്. കണ്ടു എന്താണ് ബാക്കിയുള്ള ഏരിയ ഫസ്റ്റ് ഞങ്ങൾ നോക്കുന്നത് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക. ആ സർവീസ് ബെറ്റർ ആയിട്ട് മാത്രം അടുത്ത ജില്ലയിലോട്ട് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ഏരിയയിൽ ഇത് കൊടുക്കുമ്പോൾ ഇത്രയും സ്റ്റാഫുകളുടെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് ബെയ്റ്റ് ഹോംസ് ഫോറിന് പറ്റിയിട്ടുമുണ്ടായിരുന്നു. ഈ ഒരു സക്സസ് മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളോടൊപ്പം മലയാളത്തിൽ വിജയങ്ങൾ മാത്രം ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്താ പറയുക, മലയാളത്തിന് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ 2 മക്കളെ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ സ്വന്തം മല്ലിക ആന്റിനെ കൂടി ഈ ഒരു മൊമെന്റിലേക്ക് ഞങ്ങൾ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. മല്ലിക സുകുമാരൻ. സോ മല്ലിക ആന്റി, ഹോംസ് ഫോറിൻ്റെ ഡേ മല്ലിക ആന്റി പറഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞു, ഇത്രയും ചെറിയ ഒരാളാണോ ഇത്രയും വലിയ വിജയം അറ്റൈൻ ചെയ്ത് നിൽക്കുന്നത്? പക്ഷെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്ര എന്റർപ്രൈസിങ് ആയിട്ടുള്ളൊരു ഓൺട്രപ്രണർ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ എന്താണ് പറയാനുള്ളത് മല്ലിക ആന്റി? തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ പൊന്നുമോനെ ആദ്യം പറയാനുള്ളത്, ഇവിടെ അപ്പു എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ആ കൊച്ചിനെ ഒരു വീട്ടിനകത്തിട്ട് പൂട്ടാൻ വല്ല സംവിധാനമുണ്ടോ? നടക്കില്ലേ ചേച്ചി? ഇല്ലയോ? ഏതായാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ മക്കളെക്കാട്ടിൽ ഇളയതാന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. ഏതായാലും വലിയ സംരംഭമാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ളൊരു സഹായങ്ങൾ, കാരണം ഉള്ള പൈസ കൊടുക്കുക, ഒരു വീട് സ്വന്തമാക്കുക, സ്വന്തമായിട്ടൊരു ഭവനം എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അപ്പോൾ അത് സാധൂകരിക്കാൻ മുന്നോട്ട് വന്ന് ഇത്രയും ഒരു സഹകരണ മനോഭാവത്തോടു കൂടി, അതെന്താ ഈ കൊച്ചി കൊണ്ട് നിർത്തിക്കളഞ്ഞ അങ്ങോട്ട് വരുന്നില്ലയോ? ആലപ്പുഴ സർവീസ് ചെയ്യാന്നുള്ളതാണ്. 8 മാസത്തോളം ഒരു സർവീസാണ് വരുന്നത്. ഭാവിയിൽ അങ്ങോട്ടും വരും. സർവീസ് ബെറ്റർ ആക്കിയിട്ട് അടുത്ത ജില്ലയിലോട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ എന്നെ കൂടെ വിളിക്കണേ, ഒരു വീടിൻ്റെ കുറച്ച് പൈസയൊക്കെ തരാം, ബാക്കി നിങ്ങൾ പതുക്കെ തന്നാൽ മതി. ഇനി ഒരു വീട് വയ്ക്കാൻ മല്ലിക ആന്റി എന്തെങ്കിലും പ്ലാൻ, വീട് കൂടെ വയ്ക്കാനായിട്ട്? ഉള്ള അനുഗ്രഹങ്ങൾ ഈ പറഞ്ഞ പോലെ തരട്ടെ. നിങ്ങളുടെയൊക്കെയാണ് ഇപ്പോൾ പടച്ചമ്പരാൻ അനുഗ്രഹിക്കുന്നത്. നല്ലത് ചെയ്യുക, അല്ലേ? മനസ്സും വാക്കും പ്രവൃത്തിയും നല്ലതാണോ, ബാക്കി അദ്ദേഹം നോക്കിക്കോളും. എന്തായാലും വലിയ സന്തോഷം. മല്ലിക ആന്റി ഇപ്പം പറഞ്ഞു, കയ്യിലുള്ള പകുതി പൈസയിൽ വീട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഹോംസ് ഫോറിൻ്റെ വലിയൊരു കൺസെപ്റ്റ് തന്നെ. അത് ഇത്രയും വിജയമായതിൻ്റെ റീസണും അതാണ്. നമ്മുടെ ഇന്ദ്രജിത്തിനോ പൃഥ്വിരാജിനോ ഒരു വീട് വച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കാനോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ മല്ലിക ആന്റിക്ക്? ഞാൻ അവർക്കോ? എന്തെങ്കിലും ഈയടാ അവരിങ്ങോട്ട് വാങ്ങിച്ചാൽ 2-3 അത് വേണ്ട. എനിക്ക് എൻ്റെ ഇവിടെ വർഷങ്ങളായിട്ട്, ഇപ്പം നിങ്ങളൊക്കെ അറിയാം, നിൽക്കുന്ന ദ്വീപ് അടക്കം 7 വർഷമായി. എല്ലാവരും അതെ, ഒരുപാട് ആൾക്കാർ 10-15 വർഷമായിട്ട് നമ്മളിവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പൈസയൊക്കെ അവിടെ കിടക്കുന്നതൊക്കെ കൂടെ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഈ പറഞ്ഞതിൻ്റെ വിട്ട്, ഇവർക്ക് വലിയ ബഡ്ജറ്റ് വീടേ ഉള്ളൂ. 1 കോടി 2 കോടിയൊക്കെ ഉള്ളൂ.
ചെറുതുമുണ്ട്. ചെറുത് തൊട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മോനെ എനിക്ക് അയക്കും. 250 പ്രോജക്ട്സ് ഓൺ ഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 250 പ്രോജക്ട്സിലായിട്ട് ഓൾമോസ്റ്റ് 1000-ഓളം പേർക്ക്, 1000-ഓളം കുടുംബങ്ങൾക്കാണ് ബെയ്റ്റ് ഹോംസ് 4 ഇങ്ങനെ ജോലി നൽകിക്കൊണ്ടേയിരിക്കുന്നത്. വലിയൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു മിഷനറി ആയിട്ടാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റാഫിന്റെ കൂട്ടായ്മയാണ് മല്ലികാന്റി നമ്മൾ എടുത്തു പറയേണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മീഡിയം കോസ്റ്റിലുള്ളത് കൊണ്ട് എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട് മല്ലികാന്റിയുടെ ആവശ്യം എന്താണ്? എത്ര സ്ക്വയർ ഫീറ്റ് വേണം പറഞ്ഞോ, ഇപ്പം നമ്മൾ ചെയ്തു തരും. അവരുടെ പ്ലാനുകൾ നോക്കിയിട്ടല്ലേ എനിക്ക് അറിയത്തില്ല എങ്ങനെയൊക്കെയാന്നുള്ളത്, നോക്കിയിട്ട് ഞാൻ പറയാം. എന്നാലും പൃഥ്വിരാജിനോ അല്ല ഇന്ദ്രജിത്തിനോ ഒരു വീട് വെച്ച് നൽകാൻ പോവുകയാണെങ്കിൽ സങ്കല്പം മാത്രം, എന്ത് തരം വീടായിരിക്കും? കണ്ടംപററി ആണോ, ട്രഡീഷണൽ ആണോ, മോഡേൺ ആയിരിക്കും, എന്തായിരിക്കും വച്ച് നൽകുക? ഒരു മോഡേൺ പോലെ ഒരു സംഭവമൊക്കെ ഇപ്പൊ വെച്ച് അതിനോട് താമസിക്കുന്ന ഒരു വലിയ വീടാണ്. സാധാരണ ഇനിയിപ്പോൾ എൻ്റെ കയ്യിലുള്ള വീടൊക്കെ വിറ്റേച്ച് അവർക്ക് കൊടുക്കണം. അത് വേണ്ട, എൻ്റെ കാലശേഷമൊക്കെ എടുത്താൽ പോരെ അതൊക്കെ. എന്തായാലും പറയാതിരിക്കാൻ വയ്യ മല്ലികാന്റി, കാരണം ഫസലൂർ റഹ്മാൻ ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വിജയം കൈവരിച്ചെങ്കിൽ അതിൻ്റെ ഒരു വലിയ റീസൺ എന്ന് പറയുന്ന അവരുടെ ഒരു സ്റ്റാഫിന്റെ ഫ്രറ്റേണിറ്റി തന്നെയാണ്. സോ സ്റ്റാഫിന്റെ കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയ കൈയടി കേട്ടോ. റഹ്മാനോടൊപ്പം നിൽക്കുന്ന എല്ലാ ഒരു സന്മനസ്സുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനവും അതുപോലെ സന്തോഷം അറിയിക്കുന്നു. ഈ പറഞ്ഞാലേ ഓണം സീസണൊക്കെയാണ്, പടച്ചമ്പരാൻ ഇദ്ദേഹത്തിനെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുക. അല്ല, ഖത്തറിലൊക്കെ ഒരുപാട് പ്രോജക്റ്റുകൾ എനിക്കവിടെ കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് ഈ ഒരു 75 ലക്ഷം 65 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ വീടില്ല എന്നുള്ളതാണ് പലരുടെയും പരാതി. എല്ലാവർക്കും ഇപ്പോൾ 3 കോടിയുടെയും 2 കോടിയുടെയും വെക്കാനൊക്കത്തില്ല. അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം. എന്തായാലും ഞാൻ വിൽ കീപ് ഇൻ ടച്ച്. താങ്ക് യു. സൂപ്പർ, താങ്ക് യു. സോ 2 സ്റ്റാഫിനെ ആരെയാണ് എനിക്ക് 2 പേരെ വേദിയിലേക്ക് കിട്ടാൻ ഒന്ന്, കാരണം നമ്മുടെ ബെയ്റ്റ് ഹോംസ് 4-നെ ആരെ വിളിക്കേണ്ടത്? ഫസലു, 2 പേര് ഓടി വായോ. മൈ ഗോഡ്, എനിക്ക് ആളുടെ താടി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓ മൈ, അടിപൊളി. വിചാരിച്ചു മാസ്ക് ഊരി ഇട്ടിരിക്കുവന്ന്. നല്ല താടിയായിരുന്നോ? ഇതെങ്ങനെ സമയം കിട്ടുന്നു? ഈ വീട് പണിയുടെ ഈ 500 വീടുകൾ ചെയ്യുന്ന തിരക്കിനിടയിൽ ഈ താടി മെയിൻ്റനൻസ് എങ്ങനെ പറ്റുന്നു ചേട്ടാ? എല്ലാം ഒരുപോലെ കൊണ്ട് നടക്കണം. ഇത് നമ്മുടെ അന്നല്ലേ, അപ്പൊ ഇതിനിപ്പോ കുറച്ച് പ്രയോറിറ്റി ഇതിനും കൊടുക്കുന്നു ആണ്. എന്നാലും ബെയ്റ്റ് ഹോംസ് 4 ഈ 2.5 വർഷം കൊണ്ട് 500-ലധികം പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ബീയിങ് എ സ്റ്റാഫ് ഇൻ ദ ഫേം, എന്താണ് പറയാനുള്ളത്? ഹൗ പ്രൗഡ് ആർ യു റൈറ്റ് നൗ? ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെ ഒരു സംരംഭം ഫസല് തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പേയ്മെൻ്റ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ ബുദ്ധിമുട്ടുകൾ മുമ്പ് ഫസൽ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പ്ലാന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതും ഈ ഒരു 2.5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു 500ഓളം പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ടീം വർക്കാണ്. ഇതിൻ്റെ ബാക്കിൽ അണിയറയിൽ ഒരുപാട് ആളുകളുടെ സ്ട്രഗിളിംഗ് ഉണ്ട്. സോ അതെല്ലാം കൂടിയിട്ടുള്ളതാണ് ഈ 500 പ്രൊജക്റ്റ് സെലിബ്രേഷൻ. ഒരുപാട് സന്തോഷം. എനിവേ നമ്മുടെ എല്ലാ ടീമും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഈ ഒരു അവസരത്തിൽ. ഓക്കെ.